ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. നമ്മളിപ്പോൾ ഒരു റീഫയലിംഗ് കഴിഞ്ഞു, ഇൻഷുറൻസ് മേഖലയിൽ ഒരു റീഫയലിംഗ് കഴിഞ്ഞു. ലൈഫ് ഇൻഷുറൻസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കുറെ കൂടി ബെനിഫിറ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് ആയിട്ടുള്ള മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ ഈ എപ്പിസോഡ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്രയും നാൾ നമ്മൾ 2 വർഷമെങ്കിലും മിനിമം പ്രീമിയം അടച്ചാൽ മാത്രമാണ് നമുക്ക് അതിലൊരു പെയ്ഡപ്പ് വാല്യൂ കിട്ടിയിരുന്നത്. അതായത് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് മുടങ്ങിപ്പോയാലും നമുക്ക് അടച്ച തുകയുടെ അനുസരിച്ചിട്ട് പോളിസിയുടെ ബേസിൽ എന്തെങ്കിലും തുക തിരിച്ചു കിട്ടുമായിരുന്നു. അത് 2 വർഷം ആവണമായിരുന്നു. മുമ്പൊക്കെ ആളുകൾ 2 വർഷം പോലും അടയ്ക്കാതെ പോയിട്ട് ഒരു പൈസ പോലും തിരിച്ചു കിട്ടാത്ത ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഒറ്റ വർഷം കൊണ്ട് തന്നെ ഒരു വർഷം അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസി മുടങ്ങിപ്പോയാലും അവർക്ക് എന്തെങ്കിലും ഒരു തുക അടച്ചതിൻ്റെ ബേസിൽ എന്തെങ്കിലും ഒരു തുക തിരിച്ചു കിട്ടും എന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് പെയ്ഡപ്പ് ആക്കാനോ അല്ലെങ്കിൽ മുടക്കി കളയാനോ അല്ല, ജീവിതകാലം മുഴുവൻ ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കുക. അത് പിന്നെ ഈ ഒരു വർഷത്തെ പെയ്ഡപ്പ് വാല്യൂ വരുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ഗുണം കൂടി ഉണ്ടായി. ഇത്ര നാൾ 2 വർഷം അടച്ച പോളിസികളിലാണ് നമുക്ക് ലോണിന് പ്രീ അപ്രൂവ്ഡ് ലോൺ ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രീ അപ്രൂവ്ഡ് ലോൺ ലഭിക്കുന്നതാണ്. അപ്പോൾ അതും ഒരു വലിയ ബെനിഫിറ്റ് തന്നെയാണ്. പിന്നെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അതിൻ്റെ പേയ്മെൻറ്റിലാണ്. ഇപ്പോൾ പ്രീമിയം അടയ്ക്കുന്ന സാധാരണ ആളുകൾ ഇയർലി, ഹാഫ് ഇയർലി, ക്വാർട്ടർലി ഒക്കെ അടയ്ക്കാറുണ്ട്. അതുപോലെ കൂടുതൽ ആളുകളും ECS, മന്ത്ലി ECS ആയിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. അതായത് ബാങ്കിൽ നിന്നും നെഫ്റ്റ് വഴി എല്ലാ മാസവും കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ. അപ്പോൾ അതിന് നമ്മൾ ചെയ്തിരുന്നത് 2 മാസത്തെ എമൗണ്ട് ഒരുമിച്ച് അടച്ചിട്ട് പിന്നീട് എല്ലാ മാസവും കട്ട് ചെയ്ത് പോകുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ അടയ്ക്കാനെങ്കിൽ മന്ത്ലി ECS ഓപ്ഷൻ എടുക്കുന്നവർക്ക് 3 മാസത്തെ പൈസ ഒരുമിച്ച് അടയ്ക്കണം. അതിന് ശേഷമാണ് അത് 4-ാം മാസം തുടങ്ങി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇൻ കേസ് അത് ബാങ്കിൽ, ചില ബാങ്കുകൾ ഇത് അപ്രൂവ് ചെയ്ത് കൊടുക്കാറില്ല. അങ്ങനെ വരുന്ന സമയത്ത് ആ പോളിസി മുടങ്ങും. അതായത് നമ്മൾ വീണ്ടും അത് നമ്മൾ ക്യാഷായിട്ട് അടച്ച് അത് പുതുക്കിയെടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പം ഇനി മുതൽ 3 മാസം ഒരുമിച്ചാണ് അങ്ങനെ മന്ത്ലി ECS ഓപ്ഷൻ നടത്തുന്നവർ ചെയ്യേണ്ട. 3 മാസത്തെ പൈസ ഒരുമിച്ച് അടയ്ക്കണം. 4-ാം മാസം തുടങ്ങിയ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് വരിക. പക്ഷെ ഈ ബാങ്ക് അത് അപ്രൂവ് ആക്കിയില്ലെങ്കിൽ ഈ പോളിസി പിന്നെ ഓട്ടോമാറ്റിക്കലി ക്വാർട്ടർലി മാറും. പിന്നെ നമുക്ക് ക്വാർട്ടർലിയാണ് അടയ്ക്കാൻ കഴിയുക. അപ്പം ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കൂടുതൽ ബെനിഫിറ്റോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ മിനിമം സം അഷ്വർഡ് എന്നുള്ളത് 2 lakh ആയിട്ട് മാറിയിട്ടുണ്ട്. ചെറിയ പോളിസികളൊന്നും ഇനി ലഭിക്കുന്നതല്ല. കാലത്തിനൊത്ത മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താഴെ കമൻറ്റ് ചെയ്യാം. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.